അങ്ങനെ വിളിച്ചാലോ? ഇതൊക്കെ എവിടെയാ വെക്കേണ്ടത്? എന്റെ തലയില് പേടിപ്പിച്ചു കളഞ്ഞല്ല. ഈ പാലൊക്കെ എനിക്ക് പാലുണ്ടോ? നീ എന്റെ ഭാര്യ ഉറങ്ങുന്നതിന് മുമ്പ് കൊണ്ടുവച്ചാല് ഉപദ്രവമില്ലെന്ന് കത്തി. എന്നാ പിന്നെ എവിടെ വെച്ചിട്ട് പോയാ പോരായിരുന്നോ? പിന്നാരം പറയാൻ കണ്ട നേരം. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു. കുറെ നേരമായി ഞാനിവിടെ വന്നിരിക്കുന്നു. നീ ആനയും അമ്പാരിയും വേണമായിരിക്കും ചോറും കൊണ്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ നേരത്തെ ഇവിടെ കൊണ്ട് കൊടുക്കാൻ മേലായിരുന്നോ? ഓ, ഇതിന് ഭയങ്കര ഭാരമല്ലേ? അതുകൊണ്ടായിരിക്കും പ്ലേറ്റിലൂടെ കൊണ്ടുവരായിരുന്നത്. നിന്റെ വായലെന്തുവാ? ഒഴുകട്ടെ. ഇതെന്താ? ആപ്പിള്. അതെനിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് വരുമായിരിക്കും. ഇന്നതേ ഉള്ളൂ ഊണിന്. എന്താ ചോറും കറിയൊന്നും വെച്ചില്ലേ? ഇല്ല, ഇതും നിന്ന് വെള്ളവും കുടിച്ചാൽ മതി. വേണേ രണ്ടെണ്ണോട് തരാം. അത് നിന്റെ മറ്റവനോട് കൊടുത്താൽ മതി. നിന്റെ ഇഷ്ടത്തിന് എനിക്ക് ഓരോന്നും ചെയ്തു തരാനല്ല കാശ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്തോന്നാ നിനക്ക് ഇവിടെ ഇത്ര മലമറിക്കുന്ന പണി? മലമറിക്കാൻ ഇത്രയും പ്രയാസമല്ലേ? തർക്കുത്തരം പറയുന്നോ? മിണ്ടാണ്ട് നിന്ന വായിൽ കൊഴുക്കട്ടെയാണോ ചോദിക്കും. മിണ്ടിപ്പോയ തർക്കുത്തരായിപ്പോ. ഇതെന്തോന്നാണ് അപ്പനെ? എന്നാ നേരെ വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അതുമില്ല. മര്യാദക്ക് ജോലി ചെയ്യാൻ നിനക്ക് എന്തോന്നാണ് ഇവിടെ ഒരു കുറവ്? എടിപൊടിന്നൊക്കെ വിളിക്കാൻ വേറെ ആളെ നോക്കണം. എന്നാ പിന്നെ നിന്നെ ഞാൻ അകത്താരമേന്ന് വിളിക്കാം. നീ എന്റെ മോളൊന്നുമല്ല, ഇവിടുത്തെ അടുക്കളിക്കാരിയാ. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണിയെ ചെയ്യാൻ സാധിക്കുള്ളൂ. കിട്ടുണ്ണി, അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാൻ വയ്യാതെ പോയി. അവിടെ എനിക്കിപ്പോ ആരാണ് ഊണെന്താ റെഡിയാത്തതെന്ന്? രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? എനിക്ക് ചൂടാക്കിയില്ലോ, പച്ചവെള്ളത്തിലാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ. എന്നിട്ട് വാങ്ങിച്ചോ? ഇല്ല, ഇവിടെ മുഴുവൻ തുടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഇതുവരെ ചെയ്തില്ലല്ലോ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്. കഴുകി വെച്ച അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാം. അത് നിന്റെ തന്തയോട് എന്ന് പറഞ്ഞാൽ മതി. തന്തയോട് തന്നെ പറഞ്ഞു. ഒരു മണിക്കൂർ വേറെ ഒരു ജോലിയും പറയാതിരുന്ന ചോറുണ്ടാക്കി തരാം. എനിക്ക് വേണ്ട. ഒരു നേരം ഉണ്ടല്ലെന്ന് ഞാൻ ചത്തൊന്നും പോകുമല്ലോ. മനുഷ്യരിത്തിരി സമാധാനം കിട്ടുന്ന ഉറങ്ങുമ്പോഴാ. അത് സമ്മതിക്കില്ലാന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചീത്തയായി പോവല്ലോ എന്ന് കരുതിയ എന്നാണ് തൂത്ത് തുടയ്ക്കാൻ വന്നവൾ ആ പണി ചെയ്താൽ മതി. 1000 പണി ഈ വീട്ടിലുണ്ട്, അതൊന്നും ചെയ്യരുത്. എല്ലാ പണിയും കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നേ. എല്ലാ മുറിയിലെയും ബെഡ്ഷീറ്റ് നിലണ എടുത്തത് കഴിയിട്ടാലെന്താ? അത് അലക്കാരന്റെ പണിയല്ലേ? അലക്കാര് കൊടുക്കാൻ എന്റെ കാശില്ല. 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, തന്നെ കൂടി ചെയ്താലെന്താ? കരുതി കൂട്ടി ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? ഇനി ഒരു നിമിഷം നിന്നെ എന്നോട് വെച്ചേക്കല. ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണമായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട. എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ആഹാ, അങ്ങനെയാണല്ലേ? ഓഹോ, അങ്ങനെ തന്നെ. എന്നാ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ട് വന്നിട്ടുള്ളൂ. വേറെ കാര്യം, എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ ജോജി എവിടെ ഉണ്ടെന്നറിയാവോ? 2-3 ദിവസമായി കണ്ടിട്ട്. ആ കഴിവരെ കണ്ട ഉടനെ വീട്ടിലേക്ക് വരാൻ പറയണം. പ്രശ്നം വല്ലതും ഉണ്ടോ? ആടി കൊള്ളാത്തന്നെ സോക്കട അവന്.
എന്തടേ പ്രശ്നം? അടികൊള്ളാത്ത സൂക്കേട് തന്നെ. ആ കിളവൻ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ആ ഇതേ വെറുതെ നുണ പറയരുത്. അയാൾ എന്നെ തല്ലുന്നോ വിട്ടുന്നോ പറഞ്ഞ് നടക്കുന്ന കേട്ടു. എന്താ ഉണ്ടായെന്ന് പറ. ഞങ്ങള് തമ്മിൽ ചെറുതായിട്ടൊന്ന് പിണങ്ങി. എന്നെ വിളിച്ചോണ്ട് പോവാൻ പറയാനാ അന്വേഷിക്കുന്നത്. നിന്നെ എന്തിനാ ഞാൻ ഇവിടെ കൊണ്ടാക്കിയത്? അയാളോട്ട് അടുക്കാനോ അതോ ഉടക്കാനോ? ഞാൻ എന്ത് ചെയ്യാനാ? സാമൻ താനും ഭേദം തന്നെ ഒക്കെ നോക്കി. ഓ, എന്തൊരു മുരടനാ. സ്വന്തം തന്തയെ പറ്റി പറയുന്നത് എന്ന് വെച്ചാ എങ്ങനെ പറയാതിരിക്കുക? അത്തരത്തിലാ ഓരോ ഉടക്കുണ്ടാക്കി കൊണ്ടുവരിക. ഒഴിഞ്ഞു മാറിയാലും തലേ കയറും. ശരി ശരി, ഞാനൊരു 5-6 ദിവസം മുങ്ങി നടക്കാം. അതിനിടയിൽ പിണക്കമൊക്കെ മാറ്റി ഇണങ്ങിക്കോണം. അയാൾ വെറും പാവാ. ആ കൊമ്പം മീശയുടെ ഗൗരവം മാത്രമേ ഉള്ളൂ. ജോജി പേടിക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇതാരാ? എന്റെ മീശ എവിടെ? ദേ മുഖത്തുണ്ടല്ലോ. മുഖത്തുള്ളല്ലേ ബാക്കി എവിടെ ചോദിച്ചേ? എനിക്കറിയില്ല, വല്ല പാറ്റയോ മറ്റോ കരണ്ടതായിരിക്കും. ഏത് പാറ്റയെ കരണ്ടെന്ന് എനിക്കറിയാവടി. എന്തായാലും ഇത് തന്നെയാ ഭംഗി. ആ 2 കൊമ്പുണ്ടായിരുന്നപ്പോ ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണമായിരുന്നു. ഇപ്പൊ നല്ല ചന്തണ്ട്. ഇക്കണക്കിന് എന്റെ മുഖത്തിന് ചന്തം കുറവാന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ തല വെട്ടി മാറ്റി കളയല്ലോടി. ഓഹരിത്തരം കാണിക്കരുത്, അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. നിന്റെ 4 കഷ്ണമൊക്കെ കാലെ പിടിച്ചൊരാൾക്കുന്നുണ്ടല്ലോ. തലിച്ച് കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂറാണ് നിന്നെ ഇറക്കി വിടി. എന്റെ അമ്മായി നമ്മടെ പാറ്റകരണ്ടല്ലേ. എവിടെ എന്ത് കാറ്? എനിക്ക് വിശക്കടൂ. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. വീട്ടിൽ വേലക്കാരില്ലായിരുന്നോ വെച്ചുടമ്പി തരാൻ? ശവത്തി കുത്തരുത് ജഡ്ജിയമ്മാനെ. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജിയത്തെ എന്ന് പറയാറുണ്ട്. എന്നതൊരു തെറ്റാ? അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? ആ പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. മത്തങ്ങ തലയാന്ന് വിളിച്ചില്ലേ? എനിക്ക് നീ മതിയായിട്ടില്ല അല്ലേ? ഇവളൊരുത്ത ഇതൊക്കെ വരുത്തി വെച്ചത്. ലോട്ടറി അടിച്ചെന്ന് ഇവളാ എന്നോട് കള്ളം പറഞ്ഞത്. ഞാൻ കാറും വീടും മേടിക്കുമ്പോ ഇവിടുത്തെ തല്ലിപ്പൊടി പണി കളഞ്ഞിട്ട് ഇവൾ എന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു. ഈ മൂദേവി നോക്ക് നോക്ക് നോക്ക്, മൂത്തോക്ക് നോക്ക്. ദേ ചിരിക്കണു. അയ്യോ